ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് 12ാമത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ദോശയാണ്. അപ്പോൾ രാവിലെ തന്നെ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അരച്ചിട്ട് ഇപ്പോൾ ഏകദേശം ടൈം 2 മണി ആയിട്ടുണ്ട് കേട്ടോ. 2 മണിക്കാണ് ഞങ്ങൾ കിച്ചണിലേക്ക് വരാറ്. അപ്പോൾ ഇനി അത് നന്നായിട്ട് തന്നെ കഴുകിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും തേങ്ങയൊക്കെ ആഡ് ചെയ്തിട്ട് അരച്ചെടുത്ത് ദോശയുടെ മാവ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു അരച്ചിട്ടുള്ള ദോശയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ചാനൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുക, ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ മാവൊക്കെ റെഡിയാക്കിയിട്ട് വിറകടുപ്പിൽ വെച്ചിട്ട് ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ദോശ ചുട്ടെടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അരി അരച്ചിട്ടുള്ള ദോശ. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കണ്ടു നോക്കുക. ആ ടൈം കൊണ്ട് തന്നെ നമുക്ക് അത്താഴത്തിന് വേണ്ടിയിട്ടുള്ള ചോറിനുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള അരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ്റെ സമൂസയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്തിട്ട് കുഴച്ച് വെച്ച് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി ഇവിടെ വഴറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കിയതും അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി ഇത്ര ഐറ്റംസ് ഇട്ടിട്ട് നമുക്ക് വഴറ്റിയെടുത്ത് മസാല റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ ചിക്കൻ സമൂസയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എന്തായാലും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതാ മസാലയൊക്കെ നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ചെറിയ പീസാക്കിയിട്ട് എടുത്തതും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിനിത് ചൂടാക്കാൻ ആറിയതിന് ശേഷമാണ് സമൂസ ഒന്ന് റോൾ ചെയ്തെടുക്കാറ്. അപ്പോൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ. ഏകദേശം 5 മണിക്ക് ആകുന്ന സമയത്താണ് സമൂസ റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ സമൂസ ഇവിടെ ഫോൾഡ് ചെയ്തെടുക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ സമയം ഏകദേശം 5 മണിക്ക് ആയിട്ടുണ്ട്. അസറസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിയതാണ് കേട്ടോ. ഇനി ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കാം. സമയം കൊണ്ട് തന്നെ കറിയും പത്തിരി ദോശയും കറിയും എല്ലാ ഐറ്റംസും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഐറ്റംസൊക്കെ ലാസ്റ്റാണ് കേട്ടോ ചെയ്തെടുക്കാറ്. അപ്പോൾ ജ്യൂസും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മുഹബത്ത് കസർബത്ത് ഉണ്ടല്ലോ അതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ സമൂസൊക്കെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു 6 മണിക്ക് ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കുട്ടികൾക്കുള്ള ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് ആ ഒരു 6 മണിയൊക്കെ ആയതിനു ശേഷമാണ് കേട്ടോ പൊരിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാറ്. അപ്പോൾ ഇതാ സമൂസൊക്കെ ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഈ ഒരു സമൂസ ഉണ്ട് കേട്ടോ. അപ്പോൾ സമൂസ തണുത്ത് കഴിഞ്ഞാലാണല്ലോ സോഫ്റ്റായിട്ട് മാറുക. ക്രിസ്പി ആയിട്ട് നിൽക്കുമ്പോൾ ചൂടുണ്ടാകുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവുക. അപ്പം ബാങ്ക് കൊടുക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ടേബിളിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതാ സമൂസൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മുഹബത്ത് കസർബത്തായിരുന്നു ഇത്. അപ്പോൾ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഗ്ലാസ്സിലേക്കൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ ഇത്. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇതൊരു ഗ്ലാസ് ഉണ്ടായി തന്നെ നമുക്ക് നല്ലൊരു ആശ്വാസമാണ് കേട്ടോ. നമ്മുടെ വയറൊക്കെ നിറയുകയും ചെയ്യും. നല്ലൊരു ആശ്വാസമാണ്. നമ്മുടെ ദാഹമൊക്കെ നന്നായിട്ട് തന്നെ കുറഞ്ഞു കിട്ടും കേട്ടോ. പിന്നെ ഇന്ന് മെയിനായിട്ട് ഒരു സാധനം കൂടെ ഉണ്ട് കണ്ടല്ലോ, ചക്കയാണ് കേട്ടോ. നല്ല പഴുത്ത ചക്ക. ഇവിടെ ഇക്കയുടെ ഉപ്പുണ്ടല്ലോ പുറത്ത് പോയപ്പോൾ ചക്ക കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. പൈസ കൊടുത്തിട്ട് വാങ്ങിയതാണ്. ഇവിടെ എല്ലാവർക്കും ചക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കിട്ടാനില്ലാത്തത് കൊണ്ട് പൈസ കൊടുത്തിട്ട് വാങ്ങി വന്ന നല്ല അടിപൊളിയായിട്ടൊരു ചക്കയായിരുന്നു കേട്ടോ. അത് നല്ല മധുരം ഉണ്ടായിരുന്നു ചക്ക. അപ്പോൾ അതൊക്കെ കൂട്ടി എല്ലാവരും നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞ്
ഇനിയിപ്പോൾ മരിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇതാ ഫുഡിനുള്ള ഐറ്റംസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ദോശയിലേക്ക് ആ ഒരു ചെമ്മീൻ കറി ഉണ്ടല്ലോ, 2 ദിവസം മുന്നേ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, വീഡിയോയിൽ കണ്ടല്ലോ. ചെമ്മീൻ കറി നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള കറിയാണെന്നൊക്കെ പറയും. അപ്പോൾ അതാണ് ഇന്നും ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും നന്നായിട്ടാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നിട്ടത്. ചെമ്മീനും പച്ചക്കായും മുരിങ്ങാക്കായും ഒക്കെ വെച്ചിട്ട് തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറിയാണ്. അടിപൊളി കറിയാണ് ഇട്ടത്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നും ഇതുതന്നെ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ ഒന്ന് ഗ്രേവി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറിയേക്കാളൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അത്. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ആ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കനൊക്കെ ഒരു പാത്രത്തിലേക്ക് എടുക്കുകയാണ്. ഇനി ഇതൊക്കെ നമുക്കൊന്ന് ടേബിളിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ആദ്യം നോമ്പ് തുറന്നത് ഐറ്റംസ് എല്ലാം ക്ലീൻ ചെയ്യലും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. ടേബിൾ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഒക്കെ ഈ ഐറ്റംസൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതായത് നമ്മുടെ ദോശ ആണല്ലോ, അപ്പോൾ എല്ലാം ഒന്ന് കൊണ്ടുവച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ച് പൂള ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൂള ഒന്ന് മസാലയൊക്കെ ഇട്ടിട്ടൊന്ന് ഗ്രേവിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കറിയാണ്. അപ്പോൾ എത്ര ഐറ്റംസ് ആയിരുന്നു ഇന്നത്തെ നോമ്പുതറയ്ക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായയൊക്കെ കുടിച്ചിട്ടാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യട്ടോ. പുതിയ വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.